പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളുടെ ഈ സംഗമത്തിൽ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയോ പാരായണത്തിൻ്റെ പുണ്യമോ മക്കളെ ഖുർആൻ ഹാഫിളാക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പഠിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാ ഖുർആൻ നമ്മളുമായിട്ട് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത് എന്നതാണ്. അതിൻ്റെ ഉത്തരം മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു, ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിൻ്റെ മുന്നിൽ പോയി നടത്തുന്ന ഒരു സംസാരമുണ്ട്. ആ സംസാരത്തിൽ അദ്ദേഹം പറയുന്ന ഏതാനും ചില വാചകങ്ങൾ ഇപ്രകാരമാണ്. നജ്ജാശി രാജാവ് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്ന വാക്ക് ഞങ്ങൾ ആരായിരുന്നു എന്നാണ് ആദ്യമായി പറയുന്നത്. അയ്യുഹൽ മലിക് കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിലുള്ള ആളുകളായിരുന്നു. സഹാബാക്കൾ പറയാൻ ഞങ്ങൾ ജാഹിലിയത്തിലുള്ള ആളുകളായിരുന്നു. നഅബുദുൽ അസ്നാം വനഅകുലുൽ മൈതത്ത് വനഅതി അൽ ഫവാഹിഷ് വനഖതഉൽ അർഹാം വനുസീഉ അൽ ജിവാർ വനഅകുലു മിന്നാ അൽ ഖവിയ്യു അൽ ദഈഫ്. ഞങ്ങൾ ഇസ്ലാമിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ വിഗ്രഹാരാധകരും താന്തോന്നികളും അയൽവാസികളെയും നാട്ടുകാരോടും മോശമായി പെരുമാറുന്നവരും മാതാപിതാക്കളോടും മറ്റുള്ള ആളുകളോടൊക്കെ വളരെ ക്രൂരമായി പെരുമാറുന്ന ആളുകളും മയ്യത്ത് പോലും ഭക്ഷിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം. എന്നാൽ അതിനുശേഷം അള്ളാഹു ഞങ്ങളിലേക്ക് പ്രവാചകനെ പറഞ്ഞയച്ചു. വആമന്നാ ബിഹി ഫസദ്ദഖ്നാഹു ഫത്തബഅനാഹു അലാ മാ ജിഇനാ ബിഹി മിൻ ദീനില്ലാ. ആ പ്രവാചകൻ കൊണ്ടുവന്ന ഖുർആനിലും ആ പ്രവാചകനിലും ഞങ്ങൾ വിശ്വസിച്ചു, അടിയുറച്ച് വിശ്വസിച്ചു, പിൻപറ്റി. ആ പിൻപറ്റിയതോടുകൂടി ഞങ്ങൾ ഏകദൈവ വിശ്വാസികളായി മാറി. കഴിഞ്ഞില്ല, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളോട് ബഹുമാനമുള്ളവരായി മാറി, അയൽവാസികളെ ആദരിക്കുന്നവരായി മാറി, ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരായി മാറി. കച്ചവടത്തിലെ ഞങ്ങളുടെ കൃത്രിമത്വങ്ങൾ ഞങ്ങൾ അവസാനിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും സത്യസന്ധമായി ജീവിക്കാൻ തുടങ്ങി. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കാൻ തുടങ്ങി. ഹറാമായൊരു സമ്പാദ്യം പോലും ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇസ്ലാം കൊണ്ടുണ്ടായ മാറ്റം എന്ന് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിനോട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, രണ്ട് ജീവിതമുണ്ടായിരുന്നു സഹാബാക്കൾക്ക്. രണ്ട് ജീവിതം, ഒന്ന് ജാഹിലിയ കാലഘട്ടമാണ്, രണ്ട് ഇസ്ലാമിക കാലഘട്ടമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അവർ താന്തോന്നികളും തോന്നിവാസികളുമായിരുന്നു. ഇസ്ലാമിക കാലഘട്ടത്തിൽ അവർ ലോകത്ത് ഏറ്റവും നല്ലവരായി മാറി. ഈ മാറ്റത്തിന് കാരണം എന്താണ്? ഈ മാറ്റം എങ്ങനെയാണ് ഉണ്ടായത്? അവർ ജീവിച്ച നാട്ടിൽ പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവരുടെ കുടുംബം മാറിയിട്ടില്ല. അവരുടെ ജേട്ടനോ അനിയനോ വെല്ലിപ്പയോ എളാപ്പയോ ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് അവർക്ക് മാറ്റമുണ്ടായത്? ഹൃദയത്തിൽ മാറ്റമുണ്ടായി, ജീവിതത്തിൽ മാറ്റമുണ്ടായി. ആ മാറ്റം എങ്ങനെയുണ്ടായി? അതിന് ഖുർആൻ പറയുന്ന വാക്ക് യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ഫീ ളലാലി മുബീൻ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ ആയത്ത് ആ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ആ ഖുർആൻ അനുസരിച്ച് അവരുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി. ഖുർആൻ വ്യക്തികളിൽ മാറ്റമുണ്ടാക്കി. ആ വ്യക്തി ഖുർആൻ ഇറങ്ങിയ വീടുകളിലേക്ക് മാറ്റമുണ്ടായി. ഖുർആൻ അങ്ങാടിയിൽ ഇറങ്ങിയപ്പം അങ്ങാടിയിൽ മാറ്റമുണ്ടായി. ഖുർആൻ സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ സമൂഹത്തിൽ മാറ്റമുണ്ടായി. ഖുർആൻ ആ നാട്ടിലിറങ്ങിയപ്പം നാട്ടിൽ മാറ്റമുണ്ടായി. അങ്ങനെ ഉമർ എന്ന ചട്ടമ്പി റളിയല്ലാഹു അൻഹുവായി മാറി. ആ നാട്ടിലെ പോക്കറ്റടിക്കാരൻ പള്ളി സൂക്ഷിപ്പുകാരനായി മാറി. ആ നാട്ടിലെ വ്യഭിചരിച്ചവർ ആ നാട്ടിലെ ഏറ്റവും വലിയ ഭക്തരും ഖത്തീബുമായി മാറി. എങ്ങനെ മാറി? പരിശുദ്ധ ഖുർആനിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റമുണ്ടായപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഇന്നഹും കാനൂ ഫീ ളലാലിൻ മുബീൻ, അവർ ലോകത്തെ ഏറ്റവും വഴികെട്ടവരായിരുന്നു എന്ന് 5ഓളം സ്ഥലങ്ങളിൽ പറഞ്ഞ അതേ ആളുകൾ
പിന്നീട് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻ. ഇതാ ലോകത്തേറ്റവും മാതൃകയുള്ള അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരായ ജനവിഭാഗമായി അവർ മാറി. എങ്ങനെയാണ് ആ മാറ്റമുണ്ടായത്? ഖുർആൻ കൊണ്ട് മാറ്റമുണ്ടായി. എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് മാറ്റമുണ്ടായത്? ആ ഖുർആൻ അവരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചു, അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് സ്വന്തം വീടുകളിൽ കൊടികൾ നാട്ടി വ്യഭിചാരശാലകളാക്കി മാറ്റിയവരാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ 2-ലധികം ചില സ്ത്രീകളെ നോക്കാറുണ്ട്. റസൂലുള്ളാഹ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചതിന് എന്താണ് ഞാൻ പ്രായശ്ചിത്തം നൽകേണ്ടത് എന്ന് സ്വന്തം വീട്ടിൽ വ്യഭിചാരശാല നടത്തിയവർ 2-മത്തെയും 3-മത്തെയും നോട്ടം വ്യഭിചാരമായി തീരുമോ എന്ന് ആലോചിക്കാൻ മാത്രം അവരിൽ മാറ്റമുണ്ടാക്കിയത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് അല്ലാഹു വിളിച്ചുകൊണ്ട്, യഗുള്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, ഫുറൂജ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ദൃഷ്ടികളെ താഴ്ത്തുകയും നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ നിങ്ങൾ പരിശുദ്ധമാക്കുകയും ചെയ്യണമേ എന്ന ഖുർആനിന്റെ ആയത്തനുസരിച്ച് അവർ മാറിയത് കൊണ്ടാണ്, അവരുടെ ജീവിതത്തിൽ മാറിയത് കൊണ്ടാണ്. 1-മത്തെയും 2-മത്തെയും കാര്യത്തിന് അടിയുണ്ടാക്കിയവർ, കച്ചറയുണ്ടാക്കിയവർ, വർഷങ്ങളോളം തെറ്റി നിന്നവർ, അതേ ആളുകളാണ് യർമൂക്കിന്റെ സമയത്ത് അവനവന്റെ ജീവിതത്തിൽ ജീവന് വേണ്ടി പിടയുമ്പോഴും ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ ഒരു വേള വബില്ലാഹി തൗഫീഖ് ജീവൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും സ്വന്തം കൂട്ടുകാരന് വെള്ളം കൊടുക്കണമേ എന്ന് കാണിച്ചു കൊടുക്കാൻ മാത്രം ലോകത്തേറ്റവും വലിയ മാറ്റമുണ്ടാക്കിയത് വലൗകാന ബിഹിം ഖസ്വാസ, സ്വന്തം ആവശ്യമുള്ളപ്പോൾ തന്നെ മറ്റൊരു സഹോദരന്റെ കാര്യം പരിഗണിക്കുന്നവനാണ് സ്വർഗം എന്ന ഖുർആൻ കൊണ്ട് മാറ്റപ്പെട്ടത് കൊണ്ടാണ്, പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാറ്റപ്പെട്ടത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടായത്. സ്വന്തം മാതാപിതാക്കളെ ദേഷ്യം വന്നാൽ, കോപം വന്നാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ അടിച്ചിറക്കുകയോ വീട്ടിൽ നിന്ന് ഒരു വേള ശാരീരികമായി ഉപദ്രവിക്കുകയോ ചെയ്ത അതേ ആളുകളാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞത്, റസൂലുള്ളാഹ്, നടക്കാൻ കഴിയാത്ത എൻ്റെ പിതാവിനെ ഷോൾഡറിൽ വെച്ച് ഞാൻ ബാപ്പയുടെ ആഗ്രഹമായ കഅബാലയം തവാഫ് ചെയ്ത് ഉംറ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പയെയും കൊണ്ട് ഞാൻ പ്രവാചകരെ താങ്കളുടെ അടുത്തേക്ക് വഹിച്ചിട്ടാണ് വന്നത്. ആ പിതാവ് ഇനി മരിച്ചു പോയാലും ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ബാധ്യത എന്ന് ചോദിക്കാൻ മാത്രം ഉപദ്രവിച്ചവർ സ്വന്തം ശരീരത്തിൽ ഷോൾഡറിൽ പിതാവിനെ വഹിച്ച് കഅബാലയം തവാഫ് ചെയ്യുന്നതിലേക്ക് മാറിയത് എങ്ങനെയാണ്? വനിഷ്കുർലി വലിവാലിദൈ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോട് നന്ദി കാണിക്കണം എന്ന ഖുർആനിനനുസരിച്ച് അവർ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. ആ മാറ്റമാണ് സത്യത്തിൽ വിശ്വാസികളായ നമ്മൾക്കും ഉണ്ടായിത്തീരേണ്ടത്. സഹോദരങ്ങളെ, ഖുർആൻ അള്ളാഹു നമ്മുടെ കൺമുന്നിലേക്ക് തന്നു. സഹാബാക്കൾക്ക് നൽകിയ അതേ ഖുർആൻ നമ്മുടെ കൺമുന്നിലേക്കും തന്നു. വീടുകളിലും ഫോണുകളിലും പഠനമുറികളിലും ഒക്കെ ഖുർആനുണ്ട്. ആ ഖുർആൻ അനുസരിച്ച് സഹാബാക്കൾക്കുണ്ടായ അതേ മാറ്റം നമ്മളിലും ഉണ്ടാകണം. അതിനെന്താണ് മാർഗം? അതിന് മാർഗം സഹാബാക്കൾ ഖുർആനിന്റെ ആയത്തുകളെയും ഖുർആനിനെയും എങ്ങനെ സമീപിച്ചുവോ അതേ മാനസികാവസ്ഥയിൽ നമ്മളും സമീപിക്കണം. എങ്ങനെയാ സഹാബാക്കൾ ഖുർആനെ സമീപിച്ച്? സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കണം കേട്ടോ. പരിശുദ്ധ ഖുർആനെ സഹാബാക്കൾ സമീപിച്ചത്, ഖുർആനിന്റെ ഒരു ആയത്ത് നബി അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അവർ ആദ്യമായി മനസ്സിലേക്ക് കൊണ്ടുവരിക ഇത് അള്ളാഹു എന്നോട് നേരിട്ട് സംസാരിച്ചു പറയുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച് അള്ളാഹ് പറയാൻ സഹാബാക്കൾ പറഞ്ഞ വാക്കാട്ടോ. പ്രവാചകൻ അവർക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറയാൻ, സഹാബാക്കൾ പറയാൻ എന്ത്? ഇതാ ഞങ്ങളുടെ ജീവിതത്തിൽ അന്നഹും കാനൂ യഖ്തരിഊന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 10 ആയ നബി സഹാബാക്കൾക്ക് ഒരു 10 ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ ഫലാ യഖുദൂന ഫിൽ അശരിൽ ഉഖ്റാ ഹത്താ യഅലമു മാ ഫീ ഹാദിഹി മിനൽ ഇൽമി വൽ അമൽ. അടുത്ത 11ാമത്തെ ആയത്ത് റസൂലുള്ളാഹി ഓതുമ്പോൾ സഹാബാക്കൾ പറയും, നബിയെ 10 ആയത്ത് ഓതില്ല, മതി, ഇനി ഞങ്ങളത് ജീവിതത്തിൽ പകർത്തട്ടെ, എന്നിട്ട് മതി 11ഉം 12ഉം ബാക്കി ആയത്ത്, ഈ 10 തന്നെ ഞങ്ങൾ പകർത്തട്ടെ. സഹാബാക്കൾ ഓരോ ആയത്തിനെയും മനസ്സിലാക്കി എന്തിനറിയോ?
എങ്ങനെയാണെന്ന് അറിയാം, അള്ളാഹു എന്നോട് മാത്രമാണ് ഇത് സംസാരിക്കുന്നത്, എന്നോട് നേരിട്ടാണ് സംസാരിക്കുന്നത്. ആ ആയത്തനുസരിച്ച് ഞാൻ മാറണം, എൻ്റെ കുടുംബം മാറണം, എൻ്റെ സ്വഭാവം മാറണം, എൻ്റെ വ്യക്തി ജീവിതം മാറണം. 11ാമത്തെ ആയത്ത് ഓതുമ്പോഴേക്ക് നബിനോട് പറഞ്ഞു, നബിയെ 11 ജീവിതത്തിൽ പകർത്തിയിട്ട് ബാക്കി ഞങ്ങൾ കേൾക്കാം. പകർത്താനുള്ളതാണ്. എന്നോട് വ്യക്തിപരമായിട്ടാണ് അല്ലാഹ് സംസാരിക്കുന്നത്, എന്നോടാണല്ല സംസാരിക്കുന്നത്. ഞാനാണ് ഈ ആയത്തിനനുസരിച്ച് ഞാനും എൻ്റെ കുടുംബവുമാണ് മാറേണ്ടത് എന്ന ബോധ്യമാണ് സഹാബാക്കളെ മിനദ്ദുലുമാത്തി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിച്ചത്. എന്നോടാണല്ല സംസാരിക്കുന്നത്, വ്യക്തിപരമായിട്ടാണ് പടച്ചോൻ എന്നോട് നേരിട്ട് സംസാരിക്കുന്നത്, ഞാനാണ് മാറേണ്ടത് എന്ന ബോധ്യം. സഹോദരങ്ങളെ, ആ ബോധ്യമാണ് നമ്മളിൽ ആദ്യമായിട്ടുണ്ടാകേണ്ടത്. നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാമല്ലോ, പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ മദീന പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇറക്കിയ ആയത്ത് സഹാബാക്കൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തത്. അതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ. വിശ്വാസികളെ, പ്രവാചകൻ അവനവന്റെ ശബ്ദം ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകരുത്. പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങളുടെ ശബ്ദം വരരുത്. പ്രവാചകൻ ആയത്തോതി കേൾപ്പിച്ചു. അതിനുശേഷം അമാനി മൗലയുടെ തഫ്സീർ വായിച്ചാൽ അറിയാം, മിനിമം 3 ആളുകൾ, ഒന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 3ാമത്തേത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. 3 പേരും ആ ഒരൊറ്റ ആയത്തിനോട് സമീപിച്ച സമീപനം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനുശേഷം പ്രവാചകന്റെ മുന്നിൽ സംസാരിക്കാറുണ്ടായിരുന്നത് രഹസ്യം പറയുന്ന പോലെ പതുക്കെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് സംസാരിക്കാറുണ്ടായിരുന്നത് രഹസ്യസന്ധ സംഭാഷണത്തിന് വരുന്ന ഏതെങ്കിലും ഒരാൾ സംസാരിക്കുന്ന പോലെ പ്രവാചകന്റെ തൊട്ടടുത്ത് വന്ന് സംസാരിക്കും. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നില്ല. പ്രവാചകനെ നോക്കി. സ്ഥിരമായി പള്ളിയിലേക്ക് വരുന്ന സഹാബിയാണ്, എന്തേ പള്ളിക്ക് വരാത്തത്? പ്രവാചകൻ സഹാബാക്കളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വീട്ടിലെത്തിയപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പള്ളിക്ക് വരാൻ പേടിയാണ്. എന്തേ പേടി? എന്റെ ശബ്ദം പ്രകൃതിപരമായി റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാൾ കുറച്ചുകൂടി ഗാംഭീര്യമുള്ള ശബ്ദമാണ്. ഞാൻ എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ അത് പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയരും, സ്വാഭാവികമായി വരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, നബിന്റെ ശബ്ദത്തെക്കാൾ മുകളിൽ ശബ്ദം സംസാരിക്കരുത്, അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനാകും, പേടിച്ചിട്ടാണ് വരാതിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. പ്രവാചകന്റെ സംസാരത്തിനെതിരായി അതിൻ്റെ മുകളിൽ നിങ്ങളൊരു മതപരമായ വ്യാഖ്യാനം പറയരുത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പള്ളിയിലേക്ക് വരണം. സഹോദരങ്ങളെ, ഓരോ ആയത്തിന് സഹാബാക്കളെടുത്ത രൂപമാണ്. അല്ലാഹ് എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ അതിനനുസരിച്ച് മാറേണ്ടവനാണ്. അതുകൊണ്ടാണ് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സ്ഥലം ബൈറുആ തോട്ടമാണ്. ബൈറുആ തോട്ടത്തിന്റെ ചരിത്രപരമായ കാര്യം നമ്മൾ വായിക്കുമ്പം നമ്മൾക്ക് വല്ലാത്ത കുളിർമ തോന്നും. ത്വൽഹാ റളിയല്ലാഹു അൻഹു ഒറ്റക്ക് പോയി സംസാരിക്കുന്ന, പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ തോട്ടം, അരുവികളുള്ള സ്വന്തം അധ്വാനം കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നേടിയെടുത്ത തോട്ടം. ആ തോട്ടത്തിൽ അദ്ദേഹം വുളൂ ചെയ്ത് നിസ്കരിക്കാൻ പോലും സ്ഥലമുള്ള തോട്ടമാണ് ബൈറുആ തോട്ടം. ആ തോട്ടത്തിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശ്വാസികളായ ആളുകൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വിശ്വാസികളെ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, അവനവൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാത്തിടത്തോളം കാലം നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. ത്വൽഹാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞത്, പ്രവാചകരെ, എനിക്ക് അള്ളാഹും റസൂലും കഴിഞ്ഞാൽ, ബന്ധങ്ങൾ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ തോട്ടമാണ്, ബൈറുആ തോട്ടം. അതിതാ പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചിലവഴിക്കുന്നു എന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം ആ ആയത്ത് എന്നോടാണ് അല്ലാഹ് സംസാരിച്ചത് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. ഓരോ സഹാബാക്കളും മാറിയത് ഈ ചിന്ത കൊണ്ടാണ്. വ്യഭിചാരം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള സഹോദരിയെ തോന്നിവാസം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് സഹോദരി ഒറ്റക്കുള്ള നമസ്കാരത്തിൽ അല്പം ഉയർത്തി ആയത്തോതുന്നത്. അലം യഅ്നില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാ, അള്ളാഹുവിന്റെ സ്മരണയെക്കുറിച്ച് ഹൃദയം നിങ്ങൾക്ക് വിറക്കാറായിട്ടില്ലേ എന്ന ആയത്ത്
ഓതുന്നത് കേട്ടിട്ടാണ് പടച്ചോനെ ഇത് എന്നെ കുറിച്ചിട്ടാണല്ലോ എന്നാലോചിച്ച് വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. പറഞ്ഞ ഓരോ സംഭവവും സഹാബാക്കളെ കുറിച്ച് നമ്മൾ പറയും. സഹാബാക്കൾ മാറി, വിപ്ലവകരമായ മാറ്റമുണ്ടായി. ആ മാറ്റത്തിന്റെ അടിസ്ഥാനം അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 2, ആ ജീവിതം അവർക്ക് കിട്ടിയത് ഓരോ ആയത്തും അല്ലാഹു മറ്റൊരാളെ കുറിച്ചുമല്ല, എന്നെ കുറിച്ചാണ്, എന്നോടാണ്, എൻ്റെ കുടുംബത്തോടാണ് അല്ലാഹ് സംസാരിക്കുന്നത് എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഞാൻ ദുഃഖത്തോടുകൂടി പറയുന്നു, ഖുർആൻ പഠിതാക്കളെ, എനിക്കും നിങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിനും വന്ന പിഴവെന്തെന്നറിയുമോ? ഖുർആൻ മനോഹരമായ ഖുർആൻ ഇല്ലാത്തതല്ല, ഹാഫിളീങ്ങൾ ഇല്ലാത്തതല്ല, ഖുത്ബകൾ കേൾക്കാത്തത് കൊണ്ടല്ല, ആയത്തുകളുടെ അർത്ഥങ്ങൾ അറിയാത്തത് കൊണ്ടല്ല. നമ്മൾ സഹാബാക്കൾ മനസ്സിലാക്കുന്നത് പോലെ അല്ലാഹ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ഈ ആയത്തിലൂടെ മാറ്റേണ്ടത് ഞാനും എൻ്റെ കുടുംബവുമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കുറ്റമായിട്ട് പറയില്ല. നിങ്ങളൊരു ഖത്തീമാരായ ആളുകളോട് ചോദിച്ചുകൊണ്ട് ഒരു മഹലിലേക്ക് ഖുത്ബക്ക് വന്നാൽ, നമ്മളൊരു 1-2 ഖുത്ബ കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും പള്ളിക്കമ്മിറ്റിയിലോ അങ്ങാടിയത്തോ ഏതെങ്കിലും ആൾ വന്നു എന്നിട്ട് പറയും, മൗലവി നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച പലിശനെ പറ്റി നന്നായി പറയണം. അപ്പം നമ്മൾ കരുതും ഇവിടെ കുറേ ആൾക്കാർ പലിശയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്, അതുകൊണ്ട് അത് നന്നായി പറയണം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ആവേശത്തോടുകൂടി പലിശനെ പറ്റി പറയും. നോക്കുമ്പോൾ എന്തായിരിക്കും അറിയോ, ഇവൻ ഏതെങ്കിലും ഒരാളുടെ അങ്ങട്ടുണ്ടാവും തെറ്റ്, ആ ചങ്ങായി പലിശയുമായിട്ട് ബന്ധമുണ്ടാവും. ചിലപ്പോൾ സെക്രട്ടറി പ്രസിഡന്റോടായിരിക്കും, പ്രസിഡന്റ് ആയിരിക്കുമെന്ന് പറയാം, ബാക്കി കമ്മിറ്റിയിൽ 4 ആൾക്കാരുണ്ടാവും. നമ്മൾ കുത്തു പറയുമ്പോഴൊക്കെ ഇയാൾ എവിടേക്കായിരിക്കും നോക്കുകയെന്ന് അറിയോ, അയാൾ എങ്ങനെയുണ്ട് മൗലവി പറയണേ കേട്ടില്ലേ, ബാക്കിയുള്ളവനെയാണ് നോക്കുക. കാരണം ആയത്ത് ഞാനുമായിട്ട് ബന്ധമല്ല. പിറ്റേ ആഴ്ച അതുവരെ പലിശയുമായി ബന്ധപ്പെട്ട കാര്യം ആർക്കാണോ കൊണ്ടത് അയാൾ തിരിച്ചു വന്നിട്ട് പറയും, മൗലവി കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഖുത്ബ അടുത്ത വെള്ളിയാഴ്ച പറയണം. എന്തേ കാരണം? എങ്കിലേ ആദ്യത്തോന് കൊള്ളുള്ളൂ. രണ്ടാളും അങ്ങട്ടും ഇങ്ങട്ടുമാണ്. സഹോദരങ്ങൾ, ഒരിക്കൽ പോലും ഒരായത്തും ഒരു ഹദീസും നമ്മളുമായിട്ടാണ് അല്ലാഹ് സംസാരിക്കുന്നത് എന്ന് തോന്നാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സൂറത്തു ആദിയാത്ത് അറിയാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ പറയാൻ, ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ പറയാൻ സൂറത്തു ആദിയാത്ത് അറിയാത്ത ആരെങ്കിലും നമ്മുടെ ഈ സദസ്സിലുണ്ടോ? ആരും ഉണ്ടാവില്ല. ആ സൂറത്തു ആദിയാത്തിൽ അള്ളാഹു നമ്മൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാൻ, ഹിഫ്ളുള്ളതാണ്. വൽ ആദിയാത്തു ളബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ. ഒരൊട്ടകത്തെക്കുറിച്ച്, ഒരു കുതിരയെക്കുറിച്ച് അല്ലാഹു പറയാൻ, ആ കുതിര താൽക്കാലികമായി കുറച്ച് വെള്ളവും താമസ സൗകര്യവും അല്പം ഭക്ഷണവും കൊടുക്കുന്ന തന്റെ യജമാനന് വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങുന്ന കുതിരയെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അല്ലാഹു പറയാൻ, ഫൽ മുഗീറാത്തി സുബ്ഹ, അക്രമത്തിന് വേണ്ടി സുബഹിക്ക് പുറത്തിറങ്ങുന്നവനാണ് ആ കുതിര. എന്നിട്ട് ആയത്തിന്റെ അവസാനം എന്താ അറിയോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഈ ആയത്തും ഈ സൂറത്തും ഒക്കെ അറിയുന്ന മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. എന്തേ കാര്യം സഹോദരങ്ങളെ? എന്തേ? ചെറിയ ഒരു വെള്ളവും ഒരു താമസ സൗകര്യവും കൊടുക്കുന്ന ഒരു യജമാനന് വേണ്ടി കുതിര യജമാനനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുബഹിക്ക് പുറപ്പെടുന്നു എന്നൊരായത്തിൽ പറഞ്ഞിട്ട് താഴെ അല്ലാഹു പറയാൻ, മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. എന്തേ? വയനാട് ഉരുൾപൊട്ടി, 100 കണക്കിന് മനുഷ്യർ മരിച്ചു, 100 കണക്കിന് വീടുകൾ തകർന്നു, എത്രയോ കുട്ടികൾ അനാഥമായി. അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേ ഉരുൾപൊട്ടലും അതേ വെള്ളപ്പൊക്കവും നമ്മുടെ നാട്ടിലും പടച്ചവനുണ്ടാക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു ഒരു ഗ്യാസ് പോലും പൊട്ടിത്തെറിച്ചില്ല, ഒരു വീട് പോലും കുലുക്കിയില്ല, ഒരു പേമാരി പോലും ശക്തമായി നമ്മുടെ നാട്ടിൽ വർഷിപ്പിച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ സമീപത്ത് വരുമ്പോ നമ്മൾ, പടച്ചോനെ ഇത്രമാത്രമൊക്കെ എന്നോട് കരുണ കാണിച്ച നാഥ, നിനക്ക് വേണ്ടി ഞാൻ സുബഹിക്കെങ്കിലും എഴുന്നേൽക്കണ്ടേ എന്നാലോചിച്ച് സുബഹിക്ക് പള്ളിയിൽ പോകുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? ഉമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകും? സൂറത്തു ആദിയാത്ത് അറിയാത്തവരാണോ? അല്ല. പിന്നെയോ, അല്ലാഹു കുതിരയെ കുറിച്ച് സംസാരിക്കുന്നത് എന്നോടാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സഹാബാക്കൾ മാറുന്നതും നമ്മൾ അതേ ഖുർആൻ ഓതി ഉമ്മ വെച്ച് ഖുർആനിന്റെ പഠനത്തെ കുറിച്ച് വാതോരാതെ പറയുമ്പോഴും നമ്മുടെ വീട്ടിൽ സുബഹിക്കലാറം മുഴങ്ങാത്തത്, നമ്മുടെ വീട്ടിൽ നിന്ന് പ്രായപൂർത്തിയായ ആളുകൾ പള്ളിയിലേക്ക് പോകാത്തത് സുബഹിക്ക് മാറ്റമുണ്ടാകണം. ആയത്തുകൾ നമ്മളെ സ്വാധീനിക്കണം. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി മാറ്റമുണ്ടാകണം. ഞാനിന്നും ആലോചിക്കാൻ, അവിടെ മാത്രമല്ല
ഒരാളുടെ ജീവിതം തുടങ്ങുന്നത് മുതൽ അങ്ങോട്ട്. ഞാൻ ഇന്നും ഒരു പാവപ്പെട്ട ഒരു ഉമ്മ, ലേണിംഗ് ക്ലാസ്സിനൊക്കെ വരുന്ന ഒരു ഉമ്മയാണ്. നല്ല അത്യാവശ്യം അല്പമൊക്കെ പ്രായമൊക്കെ ഉണ്ട്. സ്ഥിരമായി ക്ലാസ്സിന് വരുന്നത് കൊണ്ട് സംസാരിക്കുന്നു, കുടുംബവിശേഷങ്ങൾ പറയുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഉമ്മയുടെ മുൻഭാഗത്തെ 2 പല്ലുകൾ കറുത്തുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉമ്മയോട് ചുമ്മാ ഈ മുൻഭാഗത്തെ പല്ലുകൾ എങ്ങനെയൊരു കറുത്തത്? ഉമ്മൊന്നും പറഞ്ഞില്ല. ഞാൻ നിർബന്ധിച്ചും പറഞ്ഞു, അത് മൗലവി കുറെ മുമ്പാണ് ഇക്കാക്ക എന്നെ അടിച്ചതാണ്, ഇക്കാക്ക എന്നെ അടിച്ചതാണ്, മുഷ്ടി കൊണ്ട് ചുരുട്ടിങ്ങനെ കുത്തിയതാണ്. ചോദിച്ചു എന്തിനാണ്? അതിനുമ്മയുടെ മറുപടി, ഞാൻ ആദ്യം നല്ല മോഡലായി ജീവിച്ച ഒരു പെണ്ണാണ്, അന്നാണ് ഇക്കാക്ക എന്നെ വിവാഹം കഴിച്ചത്. പിന്നീട് ഞാൻ ഖുത്തുബകൾക്കൊക്കെ പോകാൻ തുടങ്ങി, പിന്നീട് ആയത്തുകൾ കേൾക്കാൻ തുടങ്ങി. ആ ഖുത്തുബയിൽ മൗലവി ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മേൽവസ്ത്രങ്ങൾ മുഖത്തിലൂടെ ഇട്ട വസ്ത്രമാകട്ടെ അത് മാറത്തിലൂടെ താഴ്ത്തിയിടണം, ജലാബീബാണ് ധരിക്കേണ്ടത് എന്ന് ആയത്തുകൾ പറഞ്ഞ് ഒരു ഖുതുബ നിർവഹിച്ചു. ഞാൻ എൻ്റെ ഇക്കാക്കയോട് പറഞ്ഞു, ഇക്കാക്ക ഇനി മുതൽ ഞാൻ പുറത്തേക്ക് നിങ്ങളുടെ കൂടെ ഇറങ്ങുമ്പോൾ മാടത്തിലൂടെ വസ്ത്രം താഴ്ത്തിയ വേഷമേ ധരിക്കുന്നുള്ളൂ. കാരണം അള്ളാഹു അത് കർശനമായി പറഞ്ഞതാണ്, അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഇക്കാക്കക്ക് ഇഷ്ടായില്ല. ഇക്കാക്ക എന്നെ കൊണ്ട് ഇസ്ലാമികമല്ലാത്ത വേഷം മുഴുവൻ ധരിപ്പിക്കാൻ നിർബന്ധിച്ചു. ഞാൻ കാക്കയോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു, ഇക്കാക്ക ഇതല്ല പറഞ്ഞതല്ലേ, നിങ്ങളോട് ഞാൻ വേറൊന്നും പറയുന്നില്ലല്ലോ, ഇതല്ലേ. അവസാനം ദേഷ്യം വന്ന് ഒരു തവണ മുഖത്തോട് ചേർത്ത് കുത്തിയതാണ്. പക്ഷേ അവിടെയും ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല എന്നതുകൊണ്ട് മനസ്സിലാക്കി. അവസാനം ഖുതുബക്ക് വന്ന് ഇന്ന് ഞാൻ ലേണിംഗ് പഠിതാവായ സഹോദരിയും എൻ്റെ ഇക്കാക്ക ഖുർആൻ പഠിക്കുന്ന ഒരാളുമായി മാറിയത് ആ സംഭവം മുതലാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ എത്ര കൊല്ലമായി പരിശുദ്ധ ഖുർആനിൽ എത്ര പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് നബിന്റെ വാക്ക്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസിഹിന്ന കസ്നിമത്തിൽ ബുഖ് ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ. സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്തൊരു വിഭാഗം ആളുകൾ ആരാണെന്ന് പ്രവാചകൻ പറഞ്ഞെടുത്തൊന്ന് പറഞ്ഞത്, സ്വന്തം ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടും മറ്റുള്ളവർക്ക് നഗ്നത വെളിവാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് കേൾക്കാത്തതും ആയത്തുകളും ഹദീസുകളും അറിയാത്ത ആരെങ്കിലും, ഞാനടക്കം, എൻ്റെ ഭാര്യയടക്കം, എൻ്റെ പെൺകുട്ടിയടക്കം ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കൂ. ഉണ്ടാവൂല. പക്ഷേ പിന്നെ എന്തേ, ഒരു കല്യാണത്തിന് വന്നാൽ, ഒരു സൽക്കാരത്തിന് വന്നാൽ സഹോദരങ്ങളെ കുത്തലൊഴിവാക്കി, പിന്നൊഴിവാക്കി, വെറും ഇടൽ മാത്രമായി. ഞാനൊന്നും അത്ഭുതത്തോടു കൂടി ആലോചിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? കുറ്റമായിട്ട് സഹോദരിമാരെ നിങ്ങളോടുള്ള ഒരു വിദ്വേഷവുമല്ല, ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. എന്താണെന്നറിയോ? നാട്ടിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട് ഫാഷൻ. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് പുതിയ നമ്മുടെ ആൺകുട്ടികളെ നോക്കൂ നിങ്ങൾ, ഗ്ലാസ് ഒക്കെ വെച്ച് പാന്റിന്റെ അറ്റത്തോളം എത്തുന്ന ഷർട്ടാണ്, വലിയ നീളമുള്ള പാന്റാണ്, അതിനനുസരിച്ചുള്ള ഷൂസാണ്. നിങ്ങൾ ആണുങ്ങളുടെ ഭാഗത്തേക്ക് നോക്കൂ, അവരുടെ പിതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു ഉപ്പ നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ ധരിക്കുന്നത് പോലെ പുതിയ ട്രെൻഡ് പ്രകാരമുള്ള ഗ്ലാസോ, പുതിയ ട്രെൻഡ് പ്രകാരമുള്ള യുവാക്കളുടെ ഷർട്ടോ, യുവാക്കളുടെ പാന്റോ, യുവാക്കളുടെ ഷൂസോ ധരിച്ചുകൊണ്ട് ഈ അങ്ങാടിയിലൂടെ എത്ര പിതാക്കന്മാർ നടക്കും? എന്നാൽ ഓരോ മാസത്തിനനുസരിച്ച് പെൺകുട്ടികൾക്ക് വരുന്ന ഓരോ ഫാഷനും ആ വീട്ടിലെ 45ഉം 55ഉം വയസ്സുള്ള ഉമ്മയും അതുപോലെ ധരിക്കും. അതാണ് വ്യത്യാസം. ഉമ്മയുടെ ചുരിദാറിന്റെ കാലും നെരിയാണിന്റെ മുകളിലായി, ഉമ്മയുടെ കൈയും ഇതിന്റെ മുകളിലേക്കായി, ഉമ്മയുടെ ഷാളും തലയുടെ പകുതി ഭാഗമായി, ഉമ്മയുടെ തട്ടവും കഴുത്തു കാണുന്നത് പോലെയായി. ആ വീട്ടിൽ ഒരു മകൾ വളരുന്നുണ്ടെങ്കിൽ ആ മകൾ ഖുർആൻ ഓതുന്ന ഉമ്മ ധരിക്കുന്ന വസ്ത്രം ഇതാണെങ്കിൽ ഞാനും അങ്ങനെ ധരിച്ചാൽ മതി എന്നേ തീരുമാനിക്കുകയുള്ളൂ. സഹാബി വനിതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ തുടക്കകാലത്ത് കഴുത്തറ്റം വരെ മറച്ചാൽ മതിയായിരുന്നു. പിന്നീട് മാരടം മറക്കണം എന്ന് ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നപ്പോഴാണ് പ്രവാചകൻ ഓതി കേൾപ്പിച്ചു കൊടുത്തത്. അന്നത്തെ ഈത്തപ്പനയുടെ പട്ടകൾ മുറിച്ച് കഴുത്തിന് താഴേക്ക് മാരടങ്ങൾ സ്വന്തം വസ്ത്രത്തിൽ മുള്ളുകൾ കൊണ്ടുവരെ കുത്തി മാരടം മറച്ച് പള്ളിയിലേക്ക് വന്ന സഹാബി വനിതകൾ. സഹോദരിമാരെ, ആയത്തുകൾ സഹാബാക്കൾക്ക് മാറ്റമുണ്ടായത് ഓതിയത് കൊണ്ടും പഠിച്ചത് കൊണ്ടും മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കണം എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ആ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. ഞാൻ ചുരുക്കുകയാണ്. ഓരോ വിഷയത്തിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, യുവാക്കളോട് പറയാൻ, എനിക്കറിയുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം
ഒരു LP സ്കൂൾ അധ്യാപകനാണ്. ഒരു ആവറേജ് ശമ്പളമൊക്കെ ഉണ്ടാകുമല്ലോ, അൽഹംദുലില്ലാ. പക്ഷേ അദ്ദേഹത്തിന്റെ അനിയന്മാർ സാധാരണ കൂലിപ്പണിക്കാരാണ്, ജേട്ടനും സാധാരണ കച്ചവടമാണ്. അവരെല്ലാം വീട് വെച്ചു. LP സ്കൂൾ അധ്യാപകനായി ഇദ്ദേഹം വീടിന്റെ തറ മാത്രമേ ഇട്ടിട്ടുള്ളൂ. മെല്ലെ മെല്ലെ പണി തുടങ്ങുകയാണ്. നാട്ടിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു, അല്ല, നിന്റെ അനിയന്മാരും ചേട്ടന്മാരും ഒന്നും നിന്റെ അത്ര സമ്പത്തില്ലല്ലോ, അവരൊക്കെ വീട് വെച്ചല്ലോ, നീ എന്താണ് ഇങ്ങനെ മെല്ലെ മെല്ലെ വീട് വെക്കുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക്, അവരെല്ലാം പലിശയുമായി ബന്ധപ്പെട്ട് വീട് വെക്കുകയാണ്, ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല. നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, എടാ അങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നാട്ടിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം എങ്ങനെയാണ്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനിതേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു ദിവസം മരിച്ചാൽ എൻ്റെ മയ്യത്ത് ഈ വീട്ടിന്റെ ഉമ്മറയിൽ വെക്കുമ്പോ ഒരാളും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുക്കൽ വന്നിട്ട് നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊരു ബാങ്കുകാരനോ ഒരു വട്ടിപ്പലിശക്കാരനോ ദുനിയാവിൽ നിന്ന് പറയരുത്. മാത്രല്ല, ഞാനെങ്ങാനും മരിച്ചു പോയാൽ നാളെ പരലോകത്ത് അള്ളാഹു ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവനായി എണ്ണുന്ന വിഭാഗത്തിൽ നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഹജ്ജിനും ഉംറക്കും പോയി നാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന എൻ്റെ ഒരു അമലും സ്വീകരിക്കാതെ അള്ളാഹു ഇറക്കിവിടുന്ന ഇന്ന അബ്അദന്നാസ്, പടച്ചോൻ ആട്ടിയകറ്റിവിടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹ് ശപിച്ചു. മൻ ഒരുത്തനെ കണക്ക് പലിശയുമായി ബന്ധപ്പെട്ട് കഴിക്കുന്നവനും കഴിപ്പിക്കുന്നവനും കണക്കെഴുന്നവനും സാക്ഷിയാകുന്നവനെയും അല്ലാഹ് ശപിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ ഉൾപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അനിയൻ കേറ്റിക്കോട്ടെ, ജേട്ടൻ കേറ്റിക്കോട്ടെ, നാട്ടുകാർ കളിയാക്കിക്കോട്ടെ, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും. കാരണം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ വാക്ക്, പലിശയുമായി നേർക്ക് നേരെ ബന്ധമുള്ളവൻ ഫതറബ്ബസു, ഒരുങ്ങി നിൽക്കണം, അവൻ അള്ളാഹുവിനോടും പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിച്ചവനാണ് എന്നാണ്. സഹോദരങ്ങളെ, ആയത്തറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആയത്തറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വീട്ടിന് കല്യാണം വരികയാണെങ്കിൽ, വിദ്യാഭ്യാസം വരികയാണെങ്കിൽ, വീട് വെക്കുകയാണെങ്കിൽ, യാത്ര പോകുകയാണെങ്കിൽ, ഫോൺ എടുക്കുകയാണെങ്കിൽ, ലാപ്പ് എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ നമ്മുടെ കണ്ടീഷൻ പലിശയുമായി ബന്ധപ്പെട്ടിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ കൊണ്ട് അല്ലാഹ് പറഞ്ഞ ഹുദൽ ലിന്നാസ്, സന്മാർഗം നമ്മൾക്ക് കിട്ടാത്തത്, ശിഫാഉൽ ലിന്നാസ്, മനസ്സമാധാനം നമ്മൾ കിട്ടാത്തത്, നൂറുൻ വ ബുർഹാൻ, തെളിച്ചം നമ്മൾക്ക് കിട്ടാത്തത്, നമ്മൾ ഖുർആൻ അനുസരിച്ച് മാറണം. ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം ഖുർആൻ അനുസരിച്ച് മാറുമ്പോൾ അള്ളാഹു നമ്മൾക്കൊരു തൗഫീഖ് നൽകും. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ഖുർആൻ പഠിതാക്കളെ പലപ്പോഴും കാണാറുണ്ട്. അതിൽ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നു 2 ഖുർആൻ പഠിതാക്കൾ. അവരുടെ ജീവിതത്തിൽ 2 പേരും ഖുർആൻ പഠിക്കുന്നവരാണ്. പക്ഷേ വർഷങ്ങളോളമായി അവർ സലാം പറയൂല, വർഷങ്ങളോളമായി അവർ മിണ്ടൂല, വർഷങ്ങളോളമായി കല്യാണങ്ങളിൽ വിളിക്കൂല, വർഷങ്ങളോളമായി മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കൂല. 2 പേരും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, പരീക്ഷകൾ എഴുതുന്നു, സമ്മാനങ്ങൾ വാങ്ങുന്നു. അത്ഭുതപ്പെട്ടു പോകും. എന്തുകൊണ്ടെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ ഒരു തവണ പഠിച്ചാൽ, ഒറ്റ തവണ പഠിച്ചാൽ അതിൽ അള്ളാഹുവിന്റെ വാക്കുണ്ട്, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ലഅന വലഹും അസൂഉദ്ദാർ. അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും ഒരു ബന്ധം, അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം, മാതാപിതാക്കളുമായി ബന്ധം, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, ഏതെങ്കിലും ഒരു ബന്ധം മുറിച്ചു കളഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ഉലൈക ഹുമുൽ ലഅന, ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടാകും. വലഹും അസൂഉദ്ദാർ, അവർക്ക് നരകമായിരിക്കും എന്ന് 2 പേരും പഠിക്കുന്നു. അതാണ് അത്ഭുതം. 2 പേരും പഠിക്കുന്നു. പക്ഷേ പഠിക്കുന്നതിനനുസരിച്ച് സലാം പറയില്ല, പഠിക്കുന്നതിനനുസരിച്ച് കല്യാണത്തിന് വിളിക്കൂല. പ്രവാചകൻ പറഞ്ഞില്ലേ, എല്ലാ തിങ്കളും വ്യാഴവും നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയരുന്ന ദിവസമാണ്, പാപങ്ങൾ അല്ലാഹ് പൊറുക്കുന്ന ദിവസമാണ്. ഇല്ലാ റജുലാൻ, ഇല്ലാ റജുലൈൻ, 2 ആളുകളേത് അല്ലാഹ് പൊറുക്കൂല, പാപങ്ങൾ പൊറുക്കൂല, അമലുകൾ സ്വീകരിക്കൂല. മൻഹുമായ റസൂലുള്ളാഹ് ഇബാദത്തുകൾ ചെയ്തിട്ടും, റമദാനിൽ നോമ്പ് നോറ്റിട്ടും, തഹജ്ജുദ് നമസ്കരിച്ചിട്ടും, ഖുർആൻ പാരായണം ചെയ്തിട്ടും, സ്വതക്കകൾ നിർവഹിച്ചിട്ടും, മാതാപിതാക്കളെ നോക്കിയിട്ടും അമലുകൾ തലക്ക് മുകളിലേക്ക് ഉയരാത്ത വിഭാഗം ആരാണ്? റസൂലുള്ളാഹ്. പ്രവാചകന്റെ വാക്ക്, അഖവാനി മുത്തസ്വാരിമൈനി,
പരസ്പരം തമ്മിൽ തെറ്റി നിൽക്കുന്ന സഹോദരങ്ങൾ, ആങ്ങളെയും പെങ്ങളും, ജേട്ടനും അനിയനും, അയൽവാസിയും ഒരേ പള്ളിയിൽ ഒരേ സഫിൽ വന്നു നിൽക്കുന്ന രണ്ട് സഹോദരങ്ങൾ, അവർ പരസ്പരം മിണ്ടുന്നില്ലെങ്കിൽ അവർ തിരിച്ചു വരുന്നത് വരെ, അവർ സലാം പറയുന്നത് വരെ, അവർ മിണ്ടുന്നത് വരെ ഒരൊറ്റ അമലും തലക്ക് മുകളിലേക്ക് ഉയരുകയില്ല. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നത്, ഖുർആൻ ഓതുവാൻ മാത്രമുള്ളതല്ല, പഠിക്കുവാൻ മാത്രമുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ സഹാബാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. സഹാബാക്കൾ ഉണ്ടായത് ഓതുന്നതോടൊപ്പം, പഠിക്കുന്നതോടൊപ്പം, തജ്വീദ് അനുസരിച്ച് ഖിറാഅത്ത് ചെയ്യുന്നതോടൊപ്പം, മക്കളെ ഹിഫ്ദിന് പറഞ്ഞയക്കുന്നതോടൊപ്പം ഓരോ ആയത്തും അള്ളാഹു എനിക്ക് മാറാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ നിന്നുണ്ടായതാണ്. ആയത്ത് കേട്ടിട്ടും ഹദീത്തുകൾ കേട്ടിട്ടും ഖുർആൻ കേട്ടിട്ടും നമ്മൾ മാറ്റത്തിന് തയ്യാറല്ലെങ്കിൽ അവരെയാണ് പരലോകത്ത് അള്ളാഹു അന്ധരായി കൊണ്ടുവരിക. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. കോടാനുകോടി മനുഷ്യർ, അവിടെ അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യൽ നമ്മൾ ശബ്ദത്തോടുകൂടി കേൾക്കുകയാണ്. മുന്നിലുള്ള ഓരോരുത്തരെയും ചോദിക്കുന്നതും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പറഞ്ഞയക്കുന്ന ഭീകരമായ മനോഹരമായ രണ്ടുമുണ്ടല്ലോ ഈ അവസ്ഥകൾ. കാതിലൂടെ കേൾക്കുമ്പോൾ കണ്ണ് കാണാൻ കഴിയാതെ കോടാനുകോടി മനുഷ്യർക്കിടയിൽ അന്ധനായി നിൽക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അത് കുടുംബം സമ്മതിക്കണില്ല, കൂട്ടുകാർ സമ്മതിക്കണില്ല, ജീവിച്ചു പോകേണ്ട മൗലവി, പുതിയ കാലല്ലേ, പണ്ടത്തെ ആയത്തനുസരിച്ചൊക്കെ ഇപ്പൊ ഡ്രസ് ചെയ്യാൻ പറ്റോ, ഇപ്പൊ കല്യാണം നടത്താൻ പറ്റോ, ഇപ്പൊ വീട് വെക്കാൻ പറ്റോ, ഇപ്പൊ മക്കളെ ചേർക്കാൻ പറ്റോ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഓരോ കൊല്ലം ഉണ്ടാക്കുന്ന പുതിയ ദീനും അള്ളാഹുവിന്റെ ഖുർആന്റെ ദീനും നമ്മുടെ മുന്നിൽ ഏറ്റുമുട്ടുമ്പോ ഖുർആനിനെ ഒഴിവാക്കിയ ആളുകളാണ് നമ്മളെങ്കിൽ അള്ളാഹിന്റെ വാക്ക് ഫഇന്നലഹു മഈശത്തുൻ ദങ്ക, ദുനിയാവിൽ സമാധാനം തരൂല. മുസ്ലിമാകും സമാധാനം കിട്ടൂല, മക്കൾ പഠിക്കും സമാധാനം കിട്ടൂല, നല്ല വീട്ടിൽ കല്യാണം നടക്കും സമാധാനം കിട്ടൂല. മാത്രല്ല വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, പരലോകത്ത് അന്ധനാക്കി അല്ലാഹു കൊണ്ടുവരും. അള്ളാഹിനോട് നമ്മൾ ചോദിക്കാൻ, ഖാല ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ, അല്ലാഹുവേ എന്തിനാ നീ എന്നെ കണ്ണു കാണാത്തവനാക്കി മാറ്റിയത്? ബാക്കിയുള്ള കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഈ വിചാരണ പോലും കാണാൻ കഴിയാത്ത വിധം, മുന്നിലുള്ള ആളെപ്പോലും കാണാൻ കഴിയാത്ത വിധം എന്നെ എന്തിനാ പടച്ചോനെ അന്ധനാക്കിയത്? ഞാൻ ദുനിയാവിലെല്ലാം കാണുന്നവനായിരുന്നല്ലോ. അള്ളാഹുവിന്റെ വാക്ക്, ഖാല കദാലിക അതത്ക ആയാതുനാ വനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. ദുനിയാവെന്നെല്ലാം കണ്ടിരുന്നടാ, ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതൊക്കെ നീ കണ്ടു. പക്ഷെ പ്രശ്നമല്ല, ആ കണ്ടുകൊണ്ട് അള്ളാഹു കാണാൻ വേണ്ടി പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകളെ കണ്ടിട്ടും നീ വിസ്മരിച്ചു കളഞ്ഞു. നീ ആ ആയത്ത് വേണ്ട എന്ന് വെച്ചു. കല്യാണത്തിന്റെ സദസ്സിൽ ആയത്ത് വേണ്ട, കുട്ടിനെ ചേർക്കുന്ന വിഷയത്തിൽ ആയത്ത് വേണ്ട, പലിശയുമായി ബന്ധപ്പെട്ട ആയത്ത് വേണ്ട, ജീവിതത്തിൽ ഹറാമുമായി ബന്ധപ്പെട്ട ആയത്ത് വേണ്ട, സമ്പത്ത് ശേഖരിക്കുന്നിടത്ത് ആയത്ത് വേണ്ട. നീ ഖുർആനിന്റെ ആയത്തുകളെ നീ ഒഴിവാക്കി. ആ ഒഴിവാക്കിയ നിനക്ക് പരലോകത്ത് കണ്ണ് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾക്കുണ്ടാകരുത്. അതുകൊണ്ട് ഈ ഖുർആൻ പഠിതാക്കളുടെ ഈ സംഗമം, സഹാബാക്കൾ പരലോകത്ത് ഖുർആനിന്റെ മാതൃകളായി വരുന്ന പോലെ നാളെ പരലോകത്ത് അല്ലാഹുവേ ഞങ്ങൾ കേട്ട ആയത്തിനനുസരിച്ച് നാട്ടിലെ മുഴുവൻ ആളുകളും കളിയാക്കിയപ്പോഴും ആയത്തുകൾക്കനുസരിച്ച് ജീവിച്ചവരാണ് നാഥ, ഞങ്ങളെ നീ അഹ്ലു ഖുർആൻ, അഹ്ലുല്ലാഹി വഖാസത്തുഹു, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളാക്കി മാറ്റി തീർക്കണമേ എന്ന് പരലോകത്ത് വെച്ച് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.